ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വെള്ളിയാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കളിലൊക്കെ ചായ കുടി കഴിഞ്ഞു കേട്ടോ. ഒക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഓരോരുത്തർ മൈലാഞ്ചി ഇട്ടിട്ടിരിക്കുന്നുണ്ട്. അവർക്ക് മൈലാഞ്ചി ഇടണം. സ്കൂളൊന്നും ഇല്ലല്ലോ. ഇന്നലെ തുടങ്ങിയ ചോദിക്കില്ല കേട്ടോ മൈലാഞ്ചി മേടിച്ച് തരുമെന്ന്. അപ്പോൾ ഇന്നലെ വാങ്ങി കൊടുത്തതാണ്. അപ്പോൾ മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. പട്ടത്തി മാന്തള കിട്ടിയിരിക്കണം. വലിയ പട്ടത്തി മാന്തള തന്നെ കിട്ടിയിരിക്കണം. ഇന്നലെ ഉച്ച ആകുമ്പോൾ ഇതേനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പോയിരുന്നു. അപ്പോൾ ഇക്കാക്ക് മാത്രമല്ല കേട്ടോ, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പട്ടത്തി മാന്തൾ. ഏറ്റവും കൂടുതൽ ചെറിയ മാന്തൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏറ്റവും വലുത് തന്നെ കിട്ടിയിരിക്കണം കേട്ടോ. 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പുളിഞ്ചാറ് വയ്ക്കാം, പിന്നെ ഒന്ന് പൊരിക്കൊക്കെ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞാനൊന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ജുമ പിരിഞ്ഞ് അങ്ങോട്ട് പോവാച്ചിട്ട് വീട്ടിലേക്ക്. അവിടെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു. മദ്രസ ഇല്ല, സ്കൂളില്ല. ഇപ്പോൾ ഒക്കെ മഴയൊക്കെ അല്ലേ. അപ്പോൾ ഒന്ന് പോയിട്ട് ഞായറാഴ്ച വരാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ആ സംസാരമായിട്ട് അവിടെ ഇക്കാനോട് ചോദിക്കുകയാണ്. ഞാൻ പോട്ടെ, അങ്ങനെ പിള്ളേരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ മക്കളൊക്കെ നല്ല കളിയാണ്. അതാ ഭയങ്കര ബഹളങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ഞാൻ റൂമിലായാലും നല്ല ബഹളം കേൾക്കുന്നുണ്ടാവും കേട്ടോ ഞങ്ങൾക്ക് വോയിസ് കൂടെ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക, അപ്പച്ചി പോട്ടെ എന്നൊക്കെ. ഇങ്ങനെ സോപ്പിങ്ങാണ് കേട്ടോ അവിടെ. ട്യൂഷനുണ്ട്, പക്ഷേ ഒരു ദിവസമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പള്ളി പിരിഞ്ഞിട്ട് പോവാച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ചോറും കൂട്ടാനൊക്കെ വെച്ച് ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട്, പിന്നെ ഇക്കാക്ക് ഇവിടെ ചോറൊക്കെ വേണമല്ലോ വൈകുന്നേരത്ത്. പിറ്റേ ദിവസം ഇക്കാടെ ഉമ്മക്ക് കൊടുത്തോളും. അല്ലെങ്കിൽ ഒക്കെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട്. ഇവിടെ അടുത്തല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മീൻ നന്നാക്കണ അങ്കാണ് കേട്ടോ. അപ്പോൾ പിച്ചി പൊളിച്ച് അങ്ങോട്ട് പോരുന്ന തന്നെ ഇല്ല കേട്ടോ. ഒരുപാട് കുസ്തി കളിച്ചിട്ടാണ് ഇപ്പോൾ 4 പട്ടത്തി മാന്തളുള്ളൂ. കുറച്ച് അങ്കൊക്കെ വെട്ടീൻ്റെ അതിൻ്റെ എടുത്തിട്ടാണ്. പിന്നെ അനിയൻ വരില്ലേ അടുത്ത ആഴ്ച ഇൻഷാല്ലാ. എൻ്റെ ഉണ്ണിനെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൻ വരാറായിട്ടുണ്ട്. 11-ാം തീയതി അവൻ വരും. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് കൊടുക്കണത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അവിടെ മക്കൾ നല്ല കളി. അനിയത്തി അവിടെ നോക്കണമൊക്കെ ഉണ്ട്. മക്കളേനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാടെ മുടിയൊക്കെ ഒന്ന് ചീന്തി കൊടുക്കുന്നുണ്ട്. ഇവൾക്ക് എപ്പോഴും പാൻ ചീന്തി കൊടുക്കൽ, ഇക്കാടെ മുടി ചീന്തി കൊടുക്കൽ എന്നെ ഇവൾക്ക് പണി. അവളെ തല ചീന്തും, എന്നിട്ട് ഇക്കാടെ തലേന്ന് കിട്ടിയില്ലെങ്കിൽ ഇവളുടെ തലേന്ന് എടുത്തിട്ട് ചീന്തിയിട്ട് കാട്ടി കൊടുക്കും കേട്ടോ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിനൊക്കെ നിന്ന് കാട്ടി കൊടുക്കും. പിന്നെ എനിക്കൊരു ഹായ് പറയാനുണ്ട് കേട്ടോ. 2 ഹായ് പറയാനുണ്ട്. നിയമോൾക്ക് താത്താടെ വക ഹായ് ഉണ്ട് കേട്ടോ. അവർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ പഠിച്ച അസീനാക്ക്, എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളതിനൊന്നും കാണാൻ പറ്റാത്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് അസീനാക്ക് എൻ്റെ വക ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ എൻ്റെ ഫ്രണ്ടിനൊക്കെ. എല്ലാവർക്കും അറിയാം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ എങ്ങനെ അറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇപ്പോൾ ഇവളെന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ ഇവൾക്ക് മുറ്റൊക്കെ അടിച്ചു വരിയത് കേട്ടാ. ഞാൻ പറഞ്ഞു വേഗം പോകണ്ടേ, ഉമ്മച്ചിക്ക് എല്ലാം കൂടിയിട്ട് പറ്റില്ല, എന്തെങ്കിലുമൊക്കെ സഹായിക്ക് പറഞ്ഞപ്പോൾ അവൾ മുറ്റൊക്കെ അടിച്ചു വരിയത് കേട്ടാ. അപ്പോൾ ഫൈസയുടെ മേല് കഴുകലൊക്കെ കഴിഞ്ഞു, തല ഒന്നും നനച്ചില്ല. അപ്പോൾ പള്ളിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് തൊപ്പിയൊക്കെ അവിടെ നിന്ന് എടുത്തോണ്ട് നിൽക്കാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൊപ്പിയൊന്നും ഇടാണ്ട് പള്ളിക്ക് തൊപ്പിയൊക്കെ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് നിസ്കരിക്കുക. അപ്പോൾ ഇനി ഇവരെ പള്ളിക്ക് പറഞ്ഞേക്കാൻ നോക്കണം. കൂട്ടാനൊക്കെ അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്നും ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തില്ല. അതിൻ്റെ ഇടയിൽ ഉമ്മ അവിടെ പച്ചപ്പട്ട കിട്ടിയിട്ടുണ്ട്. എവിടുന്നാന്ന് അറിയില്ല. എന്നാൽ മഴയൊക്കെ പെയ്തതിൽ ഇവിടുന്നൊക്കെ ഉമ്മ സംഘടിപ്പിച്ച് കൊടുന്നിട്ട് വെട്ടിയിട്ട് ചൂലുണ്ടാക്കാനാണ് തോന്നുന്നുണ്ട്. ഒക്കെ വെട്ടി ഒതുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചൂലുണ്ടാക്കലാവും. ഇനി ഉപ്പാക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് ഉമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ചൂലൊഴിയണ് കാണാം. അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഉമ്മ എന്താ അവിടെ ചെയ്യുന്നത് നോക്കുക തോന്നുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ പണിയോട് എടുക്കുകയാണെ കൂട്ടാൻ വയ്ക്കുക. അപ്പോൾ കൂട്ടാനായോ എന്നൊക്കെ നോക്കണുണ്ട് കേട്ടോ. പള്ളിക്ക് പോകുമ്പോൾ ചോറ് വെച്ചിട്ട് പോവുക. അപ്പോൾ ഇതെന്താ വെച്ചെങ്കിൽ അന്ന് മഴയൊക്കെ പെയ്തിട്ട് തോട്ടുകൂടെ ഇങ്ങനെ നാളികേരം ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒലിച്ച് പോവുകയാണേ. അപ്പോൾ 10-25 കിട്ടിയിട്ട് നാളികേരം. അപ്പോൾ പിള്ളേരൊക്കെ കൂടി പറക്കി വെച്ചതാ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഒലിച്ച് പോവല്ലേ, ഇങ്ങനെ പോവല്ലേ ചുറ്റുമൊക്കെ പറക്കി വെച്ചപ്പോൾ ഞങ്ങളോട് പിന്നെ നാളികേരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് എടുത്തിട്ട് പോന്നു കേട്ടോ. അങ്ങനെ ഒലിച്ച് പോവുക വെള്ളത്തിൽ കൂടെ. അപ്പോൾ അങ്ങനെ 10-25 കിട്ടിയേക്കണു. പിന്നെന്താ, അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ. അവർ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഫൈസിക്ക് ഫോണില്ലാണ്ട് ചോറ് തിന്നൂല. അവന് ഫോണും കാണുന്നുണ്ട്, ചോറും തിന്നുന്നുണ്ട്. അപ്പോൾ ഇവർ ചോറയ്ക്കൽ കഴിഞ്ഞ് അങ്ങനെ പള്ളിക്ക് പോവുകയാണ്. ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും ഇടാത്ത കാരണം വോയിസ് കൊടുക്കുമ്പോൾ അന്ന് ആ ഉഷാറൊക്കെ അങ്ങോട്ട് പോയി കേസ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ആ ഫ്ലോ അങ്ങോട്ട് പോയി. പിന്നെ 2 ദിവസം വീഡിയോ ഇടലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
അപ്പോൾ എനിക്ക് ശരിയായി വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശരിയായി വന്നതായിരുന്നു. അപ്പോൾ സ്റ്റോപ്പായപ്പോൾ ഒക്കെ കയ്യിൽ നിന്ന് പോയ പോലെ. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇനി ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ശരിയാവും കേട്ടോ. വോയിസൊക്കെ ഒന്ന് തപ്പലും വിക്കലൊക്കെ വരുന്നൊക്കെ ഉണ്ട്. ഒക്കെ ഇനി ശരിയാവും. അപ്പോൾ അവർ പള്ളിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി എല്ലാവർക്കും വേണ്ടിയിട്ട് മഴയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറയുക, വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന്. അപ്പോൾ അതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടെ. എത്ര ചാറ്റ തന്നാലും മതിയാവില്ല കേട്ടോ. സ്കൂളിൽ പോകുമ്പോഴും അതെ, എവിടേക്ക് പോകുമ്പോഴും സലാം പറയും. ഞാൻ പറയും ഒരു വട്ടം സലാം പറഞ്ഞാൽ മതിയടാ, എപ്പോഴും പറയേണ്ട പറഞ്ഞാലും 4 അസ്സലാമു അലൈക്കും ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവർ പള്ളിയിലൊക്കെ പോയി വന്ന് ഞങ്ങളുടെ ചോറയ്ക്കലും കഴിഞ്ഞപ്പോൾ പോവാൻ നിൽക്കട്ടെ വീട്ടിലേക്ക്. പിള്ളേർ ഭയങ്കര സന്തോഷത്തിൽ അവനെടുത്ത് പോക്കലും എടുക്കലും വീട്ടിലേക്ക് പോവല്ലേ. എന്ന് പോയതാ, വലിയ പെരുന്നാളിന് പോയതാട്ടോ വീട്ടിലേക്ക്. പിന്നെ പോയിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഇത്ര ദിവസം മുടക്കൊക്കെ കിട്ടിയില്ലേ, ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിച്ചതാ മുന്നിക്കാട്. അപ്പോൾ വേണ്ട, മഴയൊക്കെ അല്ലേ, ഇതൊക്കെ ഒന്ന് മാറട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ണി വരില്ലേ, അവ വരുമ്പോൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അനിയത്തിയൊക്കെ ഉണ്ട്, അവളും വിളിച്ചു വായ താത്താന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുകയാണേ. അപ്പോൾ എന്തായാലും പോവാം, ഞായറാഴ്ച വരെ. ഇപ്പോൾ ഒന്നുമില്ലല്ലോ, മദ്രസ ഇല്ല, സ്കൂളും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പോണത് ഇപ്പോൾ ബൈക്കിലാണ് കേട്ടോ. ഇക്കാടെ മറ്റേ ബൈക്കിലല്ല, ഇതിപ്പോൾ അവൻ കൊടുത്ത ബൈക്ക് അവിടെ കൊണ്ടുപോയിട്ടില്ല. അവിടെ മഴയത്ത് അത്ര കിടക്കണം. അപ്പോൾ ഇവിടെ എന്താ വെയിൽ അല്ല മഴ കൊള്ളാണ്ട് അവർ ഇരുന്നോട്ടെ, അത് അവിടെ വെച്ചോ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അങ്ങനെ വെച്ചോ പറഞ്ഞിട്ട് പിന്നെ കൊടുത്തിട്ടില്ല കേട്ടോ. സംഭവം ബൈക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ വെച്ചെങ്കിൽ എല്ലാവർക്കും കൂടിയിട്ട് പോകാൻ പറ്റി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് 5 ആളും കൂടിയിട്ട് ആ ബൈക്കിൽ കുത്തിത്തിരിക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ മിയമോൾക്ക് എന്താ സന്തോഷിച്ചിട്ടാ, ഉണ്ണിമോളുടെ കഴുത്തിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടാട്ടോ കിടക്കണത്. അവളിതാ കൊതുക് കടിച്ചിട്ട് ഇന്ന് മാന്തിട്ടുണ്ട് ഷംന. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, എൻ്റെ അനിയത്തിയാണ് നിൽക്കണത്. പിന്നെ എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉപ്പ പിന്നെ കടയ്ക്ക് പോയേക്കുക. പിന്നെ ഉപ്പാനൊക്കെ ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉമ്മ അവിടെ വെള്ളം കലക്കാൻ നോക്കട്ടെ, നാരങ്ങ വെള്ളം. ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉമ്മ ചായ വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി വെള്ളം കലക്കാട്ടോ. അങ്ങനെ ഇതെന്താ വെച്ചെങ്കിൽ അവളെ ഇട്ട് കിക്കിളിയാക്കുക കേട്ടോ. അവള് എന്താണെങ്കിൽ ഇന്നലെ അവൾ വിളിച്ചു, അവൾ വന്നപ്പോൾ വായ ഉണ്ണിമോളെ ഒരു ദിവസം നിന്നിട്ട് പോവാ പറഞ്ഞപ്പോൾ അവൾ ഉമ്മച്ചി ഇല്ലാണ്ട് വരില്ല പറഞ്ഞപ്പോൾ ഇവൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ അതിനുള്ള കിക്കിളിയാക്കിയിട്ട് അതിനെ പിടിച്ച് വിരിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇക്ക പോവാ വീട്ടിലേക്ക് ഞാനാക്കിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.